നിങ്ങൾ ഓർത്തു നോക്കൂ, കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഡാർക്ക് ഏജ് എന്ന് പറയാവുന്ന, ഒരു ബ്ലാക്ക് ഇയേഴ്സ് എന്ന് പറയാവുന്ന 8 കറുത്ത വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഈ എസ്റ്റേറ്റ് മുക്കിലാണ്. നിങ്ങൾ പാനൂരിൽ അപ്പുറത്ത് പോയി നോക്ക്, ബാലുശ്ശേരിയിൽ പോയി ആളുകളോട് സംസാരിച്ചു നോക്ക്. 8 വർഷക്കാലം കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അതൊരു പൊതു രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പരിശോധിക്കുക. നിങ്ങളുടെ നാട്ടിൽ പൂനൂരിലോ അതല്ലെങ്കിൽ ബാലുശ്ശേരിയിലോ താമരശ്ശേരിയിലോ കച്ചവടം ചെയ്യുന്നവരോട് ചോദിക്കൂ, അവർക്ക് എത്ര ഓണം നഷ്ടപ്പെട്ടു പോയി. അവരുടെ പല കച്ചവടക്കാരും നമ്മുടെ നാട്ടിൽ അവർക്ക് വർഷത്തിൽ കിട്ടുന്ന ചില സീസണുകളെ ഉപയോഗിക്കുന്നവരാണ്. അവരുടെ ലാഭം അവർക്ക് തിരിച്ചു വരാവുന്ന അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു കാലയളവിലാണ്. എത്ര ഓണം, എത്ര പെരുന്നാൾ, എത്ര ക്രിസ്മസ്, അവർ പ്രതീക്ഷയോടെ ലോഡുകൾ ഇറക്കി കാത്തിരുന്ന ബിസിനസ്സുകാരുടെ എത്ര ബിസിനസ്സുകൾ. ഈ 8 വർഷം എന്ന് പറയുന്നത് ഒരു വിറങ്ങലിപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം ദുരന്തങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ. കോവിഡ് ഒരു ഭാഗത്ത് വന്നു, മഹാമാരികൾ വന്നു, അവസാനം ഇതാ വയനാട് ആർത്തലച്ചായിരക്കണക്കിന് ആളുകൾ ഒഴുകിപ്പോയി മരിച്ചുപോയിരിക്കുന്നു. ദുരന്തങ്ങളുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിലെ ഒരു കറുത്ത വർഷങ്ങളായി രേഖപ്പെടുത്താവുന്ന 8 വർഷക്കാലമാണ് കഴിഞ്ഞു പോയത്. എന്താണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് ഒരു വിശ്വാസിയായി ചിന്തിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനൊരു പെസിമിസം പറയുകയല്ല, സ്വാഭാവികമായി ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ തിരുകാൽ എടുത്തു വെക്കുന്ന സമയം മുതൽ, അതൊരു കേവല രാഷ്ട്രീയം പറയുകയല്ല, എന്തെല്ലാം ദുരന്തങ്ങളാണ് ഉണ്ടായത്. നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ. ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ഇറക്കി, മലയാളി അദ്ദേഹത്തെ മുഖ്യമന്ത്രിപദത്തിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ എത്രമാത്രം വലിയ അപകടകരമായ അവസ്ഥയായിരുന്നു എന്ന്. ഉമ്മൻചാണ്ടിയെ എന്തിനാണ്, ഒരു മനുഷ്യ സ്നേഹിയെ, ആ മനുഷ്യൻ അവസാനം യാത്ര പോകുന്ന അദ്ദേഹത്തിന്റെ മരണയാത്രയുണ്ട്. ആ യാത്രയിൽ പിറകിൽ നിന്ന് മലയാളി കരയുകയായിരുന്നു. ആ ഒരു കരച്ചിൽ കൊണ്ട് തീർക്കാവുന്ന പാപമാണോ ഈ നാട് ആ മനുഷ്യനോട് കാണിച്ചിരുന്നത്? ഹൃദയത്തിൽ മുഴുവൻ നന്മ സൂക്ഷിച്ച ഒരു മനുഷ്യൻ. ഞാൻ എൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ കൂടെ 10 വർഷക്കാലം നിയമസഭയിൽ ഒരു മഹാഭാഗ്യമാണ്. ഒരു മനുഷ്യനെ അടുത്ത് കാണുമ്പോൾ നമുക്ക് അത്തരത്തിൽ ചില അപൂർവ മനുഷ്യരാണ് ഉണ്ടാവുക. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് യാത്രയിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. എല്ലാവരും പറഞ്ഞതാണ്, നട്ടപ്പാതിരൊക്കെ എഴുന്നേറ്റ് നോക്കിയാൽ ട്രെയിനിൽ നിന്ന് ഫയൽ നോക്കുന്നുണ്ട്, ഉറക്കില്ല, കൃത്യമായ ഭക്ഷണമില്ല. ഏതു സങ്കടം പോയി പറഞ്ഞാലും നമ്മളിങ്ങനെ ചിലപ്പോൾ ചിലരുടെ സങ്കടങ്ങൾ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത് അത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ കാണാം ആ മനുഷ്യന്റെ കണ്ണിങ്ങനെ നനയുന്നത്. സങ്കടമുള്ള ഒരാൾ, വിഷമങ്ങൾ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാൾ, പ്രയാസങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരാൾ. ആ മനുഷ്യനെ നമുക്ക് തോൽപ്പിക്കാമായിരുന്നില്ലേ? ആ മനുഷ്യനെ നമുക്ക് കേരളത്തിൽ നിന്ന് വമ്പിച്ച വോട്ടുകൾക്ക് തോൽപ്പിച്ച് പുറത്താക്കാം. അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ ആ ഒരു മനുഷ്യനെ അവസാനം മലയാളി ഇറക്കി വിട്ടത് എത്ര വൃത്തികെട്ട കഥകൾ കൊണ്ടാണ്, എത്ര മോശപ്പെട്ട കഥകൾ കൊണ്ടാണ്. ചെയ്യാൻ പാടുണ്ടായിരുന്നു. ആരോട് ചെയ്താലും ആ മനുഷ്യനോട്, ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ ആ മനുഷ്യന്റെ മുമ്പിൽ വന്ന് ഒരു അപേക്ഷകനാവും. എൻ്റെ സുഹൃത്തിന് വീടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കും ആ മനുഷ്യൻ. അതിന് പത്രാസ് വേണ്ട, ആഡംബരങ്ങൾ വേണ്ട, പാർട്ടിയുടെ പദവികൾ വേണ്ട. ഒരു നാട്ടിലെ ഏതൊരുത്തനും സമീപിക്കാൻ കഴിയുന്നവനാവണ്ടേ ഭരണാധികാരി? അങ്ങനെ ആയിരുന്നില്ലേ ഈ ജനാധിപത്യ രാജ്യത്തിലെ ആ മനുഷ്യൻ? എന്നിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ ചേർത്ത് വെച്ച് എന്തെല്ലാം കഥകൾ ഉണ്ടാക്കി. ഇന്ന് ഈ കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നിങ്ങൾ പരിശോധിക്കും, നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇല്ലെങ്കിൽ മീഡിയകളുടെ കയ്യിൽ പരിശോധിച്ചാൽ അവരുടെ ആർക്കൈവ്സിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപമാനിച്ച് വെറുപ്പിച്ച് ആ മനുഷ്യനെ പറഞ്ഞു വിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? ദുരന്തങ്ങൾ ബാക്കി വരാതെ ഇവിടെ നിൽക്കുന്നത്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്, അത് വെറുതെയാണോ? നമുക്ക് വേണ്ടി സംസാരിച്ച, നമുക്ക് വേണ്ടി നിന്ന ഒരു മനുഷ്യനെ തോൽപ്പിക്കാം, അത് ജനാധിപത്യത്തിലുണ്ട്. പക്ഷേ വൃത്തികെട്ട കഥകൾ ഈ നിമിഷം വരെ അത് നുണയാണെന്നറിഞ്ഞ് പ്രചരിപ്പിച്ചിട്ടും അവസാനം എല്ലാ അന്വേഷണത്തിലും ആ മനുഷ്യൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും ഒരു വാക്കുകൊണ്ട് പോലും തെറ്റുപറ്റി എന്ന് സമ്മതിക്കാത്ത ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒരു മനുഷ്യരൂപമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ഒരിക്കൽ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട്, അങ്ങയെക്കുറിച്ച് ഇതാ ഇവിടുത്തെ സകലമാന മീഡിയകളിലും ഇവിടുത്തെ ട്രോളുകളിലും കാണുന്നത്
അങ്ങ് ജൂനിയർ മാൻഡ്രാക്കാണ് എന്നാണ്. പക്ഷേ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ സ്വഭാവം വെച്ച് ഞാൻ നോക്കുമ്പോൾ അങ്ങൊരു ജൂനിയർ മാൻഡ്രാക്കല്ല, നിങ്ങളൊരു സീനിയർ മാൻഡ്രാക്കാണ് എന്ന് ഞാനെന്തോ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഒരു അറം പറ്റിയ വാക്കായിരുന്നു അത്. സത്യത്തിൽ നമ്മൾ ആ സമയത്ത് പറഞ്ഞു. ഈ ജൂനിയർ മാൻഡ്രാക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള നല്ലൊരു സിനിമയായിരുന്നു അത്. ഒരു രസമുള്ള കാര്യമാണ്. ഒരു മൊട്ടത്തല, മാൻഡ്രാക്കിന്റെ തല. ഈ തല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ വെക്കുന്ന സമയം തന്നെ കഷ്ടപ്പാടും ദുരിതമാണ്. ഓട് പൊളിഞ്ഞ് തലയിൽ വീഴും, വീട്ടിന്റെ തൂണ് പൊളിഞ്ഞ് തലയിൽ വീഴും, കാറ് തട്ടി ആള് മരിക്കും. വലിയ ഇടങ്ങേറാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അവസാനം ഒരാൾ വന്നിട്ട് പറയാണ്, ഈ മാൻഡ്രാക്കിന്റെ തല നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആരെങ്കിലും ഇത് സ്നേഹത്തോടു കൂടി സ്വീകരിക്കണം. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. ഈ സീനിയർ മാൻഡ്രാക്കിന്റെ തല ദയവ് ചെയ്ത് RSSകാരാ, നിങ്ങളൊന്ന് സൗകര്യപൂർവ്വം ഒന്ന് സ്വയം അങ്ങ് സ്വീകരിച്ചാൽ ഈ നാട് രക്ഷപ്പെട്ട് കിട്ടും. കാര്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആ നാഗ്പൂരിൽ പോയിട്ട് ഒന്ന് പറയും, ഈ തല കൊണ്ടുപോയി അവിടെ വെച്ച് നാട്ടിനെ രക്ഷപ്പെടുത്ത്. മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യ. ഓട് വീഴാണെ തരക്കടില്ല, മല തന്നെ പൊളിഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയാണ്. എന്തൊരു ശാപമാണ് ഒരു മനുഷ്യൻ. ജീവിതത്തിലെ സകല ഇടങ്ങളിലും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ മാത്രം ചെയ്യുന്ന കേവലം ആക്ഷേപമാണോ? നിലമ്പൂരിൽ ഉള്ള ഒരു MLAക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതാണോ? ഞങ്ങൾ 8 കൊല്ലമായി പറയണില്ലേ,